ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിറങ്ങിയ പൾസർ സുനി പുറത്തിറങ്ങി വിക്രിയകൾ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ സുനിൽ നടത്തിയ പരാക്രമം ചർച്ചയാവുകയാണ്. നടി ആക്രമണ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പൾസർ സുനി തെറ്റൊന്നും ചെയ്യാത്ത നിരപരാധിയെ പോലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ സാന്നിധ്യം ആകുന്നത്. 2017 ഫെബ്രുവരിയിൽ നടത്തിയ വാനിലിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചതൊക്കെ ആശാനങ്ങം മറന്ന മട്ടില്ല. സത്യത്തിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അകത്തോട്ടില്ല എന്ന രീതിയിൽ അവരെ രക്ഷിക്കാൻ 10,000 രക്ഷയുടെ കൈകൾ അവർക്കുണ്ടാകും. പ്രത്യേകിച്ചും VIP വേണ്ടിയുള്ള കൊട്ടേഷൻ ആണെങ്കിൽ. പൾസർ സുനി ജയിലിൽ കിടക്കുന്ന സമയത്ത് ആളുടെ അമ്മ പറഞ്ഞ വേദന നിറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നല്ല കാലമായിരുന്നു ഇത്. പക്ഷെ സംഭവിക്കുന്നതെല്ലാം നേരെ വിപരീതമെന്ന് മാത്രം. നടിയെ ആക്രമിച്ച കേസിൽ 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ജാമ്യ വ്യവസ്ഥയിൽ സുനി പുറത്തിറങ്ങിയത്. ഇതിനിടെയാണ് വീണ്ടും കേസിൽ പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ല വിട്ട് പോകാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ, പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിരുന്നത്. ഇതിനു പുറമെ 2 ആൾജാമ്യവും 1 ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പൾസർ സുനിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ ഭക്ഷണം കൊണ്ടുവരാൻ വൈകിയതിനാണ് പൾസർ സുനി ആക്രമണം കാട്ടിയത്. ഹോട്ടലിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ തെറിവിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് FIR-ൽ ഉള്ളത്. കുറുപ്പുംപടി പോലീസാണ് പൾസർ സുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.